വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജ് ഒളിവിൽ തുടരുന്നു. പി.സി. ജോർജ് നാളെ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് മകൻ ഷോൺ ജോർജ് അറിയിച്ചത്. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ DGP നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, എന്താണ് പി.സി. ജോർജിന്റെ തുടർ നീക്കങ്ങൾ? ആതിര, നിലവിൽ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയിട്ടാണ് PC അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ PC ജോർജിന്റെ വീട്ടിലെത്തിക്കൊണ്ട് നോട്ടീസ് നൽകുന്നതിന് വേണ്ടി, അതായത് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകാൻ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ PC ആ സമയം അവിടെ നിന്നും വീട്ടിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ഒളിവിൽ ഇപ്പോഴും അദ്ദേഹം തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഫോണ് വീട്ടിൽ വെച്ചതിന് ശേഷമാണ് PC ജോർജ് വീട് വിട്ടത് എന്നുള്ളത് പോലീസിൽ നിന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാൻ പോലീസിന് സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് PC കാണാനാവാതെ വീട്ടിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മകൻ ഷോൺ ജോർജ് നാളെ, അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായിക്കൊള്ളാം എന്നുള്ളൊരു ഉറപ്പ് പോലീസിന് നൽകുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ബാക്കി നീക്കങ്ങളൊന്നും പോലീസ് നടത്താതിരുന്നത്. എന്തായാലും ഈ നാളെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുന്ന സമയത്ത് PC അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാമെന്നുള്ളൊരു നിലപാടിലാണ് നിലവിൽ ഇപ്പോൾ പോലീസ് ഉള്ളത്. അതുവരെ മറ്റ് നടപടികൾ തൽക്കാലം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ഇപ്പോഴും PC ജോർജ് ഒളിവിൽ തന്നെ തുടരുകയാണ്. നാളെ സ്റ്റേഷനിൽ ഹാജരാവുകയാണെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കും. അതിനുശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഏതു വിധത്തിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. കാരണം BJP ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് BJPയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് PC വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്രൈസ്തവ നേതാവിനെ മുസ്ലിം സംഘടനകളുടെ പരാതിയിന്മേൽ അറസ്റ്റ് ചെയ്തു വേട്ടയാടുന്നു എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് അതിനൊരു രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് BJPയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതും വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെ കാരണമാകും. കാരണം ഇനിയും അറസ്റ്റ് വൈകിയാൽ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനയും നൽകി കഴിഞ്ഞിട്ടുണ്ട്. SDPIയും മുസ്ലിം ലീഗും പോലെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചന പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് ഉണ്ടായാലും അറസ്റ്റ് ഉണ്ടായില്ലെങ്കിലും അത് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് തന്നെ കാരണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നാളെ സ്റ്റേഷനിലെത്തി ഹാജരാകി അറസ്റ്റ് വരിക്കുമെന്നുള്ളതാണ് PC ജോർജിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതി അപ്പീൽ തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും PC ജോർജിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഷോൺ ജോർജിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പാർട്ടിയുമായിട്ട് ആലോചിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഷോൺ ജോർജ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. ആതിര. ശരി, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.